ഫ്രണ്ട്സുമായിട്ട് പോവാം. അങ്ങനെ ഗുരുജി പറഞ്ഞു വേറെ ആരുണ്ടോ എന്ന് തിരിഞ്ഞ് നോക്കുക. ബാക്കി 6 മെമ്പേഴ്സിനെ നോക്കി വിളിച്ചായിരുന്നു. അങ്ങനെ അവരുടെ 6 മെമ്പേഴ്സിൻ്റെ ഡീറ്റെയിൽസ് എന്നെ കേട്ടവൻ അവർ പറഞ്ഞു. അങ്ങനെ വെച്ച് നോക്കുക. ഷാക്കായി ഗുരുജി, നിങ്ങളെല്ലാം ഇവിടെ തന്നെ ഉണ്ടോ? ഇത് കേട്ട് എൻ്റെ ഗുരുജി ഹീറോയിൻ്റെ അമ്മ കയറുന്നു. ഇത് ഇവർ 7 പേര് മാരേജ് കേൾക്കണം. അതെങ്ങനെ ഗുരുജി സെറ്റാവുമെന്ന് ഹീറോയിൻ മമ്മി ഡാഡി കേട്ടായിരുന്നു. ഇല്ല മാം, ഇവളെ തലയിട്ട് ഇവർ 7 പേരാണ് ഇവളെ ഹസ്ബൻഡ്. ഇത് കേട്ട് ഹീറോയ്ക്ക് ടെൻഷനായിരുന്നു. ഓ, ഇവരെ കൂടെ മാരേജാ? ഇവർക്ക് കണ്ടോ എല്ലാ പെൺപിള്ളേരുടെ പുറത്ത് പെൺപിള്ളേർ ഇവരെ സൈറ്റിടിക്കുക. ഞാൻ മാരേജ് കഴിഞ്ഞാൽ ഒരുപാട് കഷ്ടപ്പെട്ട് എന്താ ചെയ്യുക എന്ന് പറഞ്ഞു. ഹീറോയ്ക്ക് പിടിക്കും. അത് മാത്രമല്ല ഹീറോയ്ക്ക് ടെൻഷനായിരുന്നു. ഷുഗറിനെ നോക്കും അങ്ങോട്ട് തിരിഞ്ഞാണ്. ഷുഗർക്ക് സാഡായിരുന്നു. അയ്യോ വേണ്ടായിരുന്നു തല്ലുന്നത് എന്ന് ഷുഗർ കരിയായിരുന്നു. സമാധാനമാക്കാൻ തുടങ്ങിയായിരുന്നു ജിമിൻ. സുഖ ഉങ്കി സാഡാണ് ഹാങ് എന്ന് പറഞ്ഞ് സമാധാനമാക്കിയായിരുന്നു. അങ്ങനെ ആയിട്ട് ഇത് പോലാക്കി മാരേജ്. അതെ, പോലാവേ മാരേജ്. ഇതെന്ന് വെച്ചാൽ ശരി ഒരു മാരേജ് എല്ലാവർക്കും അറിയുന്നു. അതെ, പാർട്ട്നേഴ്സ് ശരി എന്ന് ഗുരുജി പറഞ്ഞിട്ട് ശരി ഓക്കെ, വിഷമിക്കാൻ ആവശ്യമില്ല, ഇങ്ങനെ ഇവർക്ക് മാരേജ് കഴിക്കാം എന്ന് പറഞ്ഞാൽ ഹീറോയിൻ്റെ അമ്മയച്ഛനൊക്കെ തയങ്ങിയായിരുന്നു. അതുകൊണ്ട് പറയുന്ന കേട്ടോ വിഷമിക്കണ്ട അങ്ങനെ ഇങ്ങനെ പറഞ്ഞു സമാധാനമാക്കിക്കുന്നു. അതുകൊണ്ട് ഹീറോയി പറയുന്നു ശരി ഞാൻ പോവാ എന്ന് പറയുന്നത്. അപ്പോൾ ഹീറോയിൻ്റെ മമ്മി കേട്ടായിരുന്നു. അടുത്ത് വന്നു, നിനക്ക് ഓക്കേനെ ചെല്ലമ്മയോട് എനിക്ക് ഓക്കാന്ന് പറഞ്ഞു. ഹീറോ ഇടുന്ന് പോയിരുന്നു. അവർക്കൊന്നും കേട്ടില്ല. ഗുരുജി പറഞ്ഞു അവിടുന്ന് പോയിരുന്നു. ആ 7 പേരോടെ ഹീറോയിൻ്റെ മമ്മി ഡാഡി വന്ന് ചോദിച്ചായിരുന്നു. അവർ ഓക്കെ പറഞ്ഞായിരുന്നു. ജിന്നു പറയുന്നു എനിക്കല്ല നടന്നു കഴിഞ്ഞ് എന്നെ എന്തിനാ ഓക്കെ കേൾക്കുന്നത് എന്ന് ജിന്നു പറയുന്നു. ഇത് കേട്ട് 6 പേര് ജിന്നു നോക്കി മുറയ്ക്കായിരുന്നു. അങ്ങനെ പറഞ്ഞ് ജിന്നു കണ്ടുക്കാതെ പോയിരുന്നു. എന്ന് പറഞ്ഞു ഹീറോയിൻ. അതെ, മാരേജ് ഡേയ്സ് പറഞ്ഞായിരുന്നു. അതെ, എല്ലാം റെഡി ആയിരുന്നു. അപ്പോൾ 1 മന്ത് ലീവ്. അതെ, ആ ഗേൾസ് ജാസ്മിൻ നോക്കുമായിരുന്നു. എന്താടി ഷുഗർ വരാതെ എന്ന് ജാസ്മിൻ കേട്ടായിരുന്നു. അതുകൊണ്ട് ജാസ്മിൻ്റെ ഫ്രണ്ട് പറയാൻ തുടങ്ങി, ഇല്ലമ്മ അവർ വരില്ല, ഏതോ എന്ന് ഫങ്ഷനുണ്ട് പറഞ്ഞ് കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു ജാസ്മിനോട്. ശരി ഓക്കെ എന്ന് കാക്ക തുടങ്ങിയായിരുന്നു. ഹീറോയ്ക്ക് മാരേജ് റെഡി ആയിട്ട് വന്നായിരുന്നു. ഹീറോയിൻ്റെ പാട്ട് ടെൻഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ ആ കോളേജിൽ ആരും വന്നില്ല, ഇവിടെ ഫാമിലീസാണ്. അതെ, അങ്ങനെ കോളേജിൽ പ്രൊഫസറും ടീച്ചേഴ്സ് അവർ മാത്രമേ വന്നതാണ്. അത് സീക്രട്ട്. അതെ, അവിടെ ഉള്ള കുറച്ച് ടീച്ചേഴ്സ്മാർ പറഞ്ഞാൽ ഉള്ളവരാണ്. അത് മാത്രമല്ല അതെ, അവിടെ ഉള്ളവരെല്ലാം ടീച്ചേഴ്സ് പറഞ്ഞാൽ അവരെല്ലാം വന്നായിരുന്നു. മൊത്തം സീക്രട്ട് ആയിട്ടുണ്ടാവുന്നു പറഞ്ഞത്. അങ്ങനെയായിട്ട് എല്ലാവരും വന്ന് കോളേജിൻ്റെ എല്ലാവരും വന്ന് ഹീറോയിൻ മാരേജിക്ക് നന്നായിട്ട് മാരേജ് നടന്നായിരുന്നു. ഹീറോയിൻ വന്ന ലുക്കിൽ കണ്ട എല്ലാ ബോയ്സും മൊത്തത്തിൽ ഫ്ലാറ്റായിരുന്നു ഹീറോയിനെ നോക്കി. ഹീറോയിൻ മുറയ്ക്കായിരുന്നു 7 പേരെ കണ്ടിട്ട്. ശരി ഓക്കെ എന്ന് പറഞ്ഞ് കണ്ടുകാതിരുന്നായിരുന്നു. അങ്ങനെയായിട്ട് മാരേജ് നന്നായിട്ട് നടന്നായിരുന്നു. ആ ടീച്ചേഴ്സ് എല്ലാം ഹീറോയിൻ്റെ അടുത്ത് വന്ന്. അതെ, അവിടെ ഉള്ള ടീച്ചേഴ്സ് പറഞ്ഞ ഹീറോയിൻ്റെ ഫ്രണ്ടിൻ്റെ ചേച്ചിമാർ. അതെ, അവിടെ ജോയിൻ ചെയ്തതല്ല ഹീറോയിനോട് വന്ന് പറയാൻ തുടങ്ങിയായിരുന്നു. അവിടെ പ്രിൻസിപ്പളെല്ലാം ഹീറോയ്ക്ക് ഓൾഡ് അറിയും. ടീച്ചേഴ്സിനാണ് ഹീറോയിനോട് പറയാൻ തുടങ്ങി. എന്താ അറിയാ നിനക്ക് ഓക്കെ ആണല്ലോ? ഓക്കെ ചേച്ചി, അതൊന്നുമില്ല. ശരി ചേച്ചി ഒരു കാര്യം പറയാം. എന്താ ചേച്ചി? ശരി മാ, കോളേജിക്ക് എനിക്ക് ചീഫ് ഗസ്റ്റ് ആയിട്ട് വരണം ചേച്ചി, അത് കാരണം. ശരി മാ, ഞങ്ങൾക്കെല്ലാം കോളേജ് സ്റ്റാർട്ടായി പുതിയ പ്രൊപ്പോസേഴ്സ്. അതെ, പഴയ പ്രൊപ്പോസറെ പറ്റി പുതിയ ടീച്ചേഴ്സ് വരുമ്പോൾ ഞങ്ങളാണ് സെലക്ട് ചെയ്തത്. അതുകൊണ്ട് നിന്നോട് ചേച്ചി ചേട്ടന്മാർ നിങ്ങൾ ഓൾറെഡി എൻ്റെ ഫ്രണ്ട്സിൻ്റെതാണ്. ചേട്ടന്മാർ ചേച്ചിമാർ അത് മുതൽ നിങ്ങൾക്ക് ഓൾറെഡി ജോബ് വേണമായിരുന്നു. അതുകൊണ്ട് നിങ്ങൾ നല്ല ടീച്ചേഴ്സ് കൊണ്ട് ഞാൻ നിങ്ങളെ സെലക്ട് ചെയ്തത് എന്ന് ഹീറോ ചേച്ചിട്ട് പറയായിരുന്നു. അതിലൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. അതിലൊരു ചേച്ചി വന്നായിരുന്നു. എന്തടി? ചേച്ചി ഹീറോയിൻ്റെ പോരൻ്റെ അടുത്താണ്. 2 ചേച്ചിമാർ ഹീറോയിൻ്റെ പോരൻ്റെ അടുത്താണ്. ശരി മാ, ഞങ്ങൾ പോവാമെന്ന് പറഞ്ഞു. ശരി ഗിഫ്റ്റ്, ഞാൻ മാരേജ് ഗിഫ്റ്റെല്ലാം കൊടുത്ത് അവർ പോയിരുന്നു. ചേച്ചി നിങ്ങളോട് ഗിഫ്റ്റ് വന്നു പറഞ്ഞു. സാർ ഇത് വെച്ചോ ഇത് പറഞ്ഞ് അവർ പോയായിരുന്നു. ഹീറോയ്ക്ക് ഭയങ്കര ഹാപ്പിയായിരുന്നു. അങ്ങനെ റെഡിയായിട്ട് ഹീറോയിനെ റെഡിയാക്കായിരുന്നു. ഒരു പിങ്ക് സാരിയായിരുന്നു. നല്ല റിവേഴ്സ് ഡ്രസ് സാരിയായിരുന്നു. ഹീറോയ്ക്ക് ടെൻഷനാണ്. എന്തിനാ പിങ്ക് സാരി? ഇല്ലമ്മ, എൻ്റെ ഹസ്ബൻഡ് കാണാൻ വേണ്ടി പോകുന്ന. ഹീറോയ്ക്ക് ടെൻഷനായിരുന്നു. ഇന്നടി അങ്ങനെ ഒന്നും പറയണ്ടായിരുന്നു. ഇങ്ങനെ ഹീറോയ്ക്ക് ടെൻഷനായിരുന്നു. സാരി എടുത്ത് ഹീറോയ്ക്ക്
ബ്യൂട്ടിഫുള്ളായി മാറി അങ്ങനെ റെഡിയായിട്ട് വന്നായിരുന്നു. റൂമൊക്കെ പോയായിരുന്നു. 7 പേർക്ക് വലിയ റൂമായിരുന്നു. ബെഡ്റൂം നല്ല ഉണ്ടായിരുന്നു. ഹീറോയ്ക്ക് ഗ്രാൻഡ് പാക്ക് ഓൾറെഡി അറിയൂ. ഹീറോയ്ക്ക് മാരേജ് അതിൽ വംശത്തിൽ അതന്നെ ഹീറോയ്ക്ക് ഗ്രാൻഡ് പാണ് ഫോർ എ ഗിഫ്റ്റായിട്ട് കൊടുത്തത്. വലിയ റൂമാണ് ഓൾറെഡി കെട്ടും പോകുമ്പോൾ ഗ്രാൻഡ് പാ പറഞ്ഞത്. അപ്പോഴാണ് ഹീറോ ഇരിക്കുക, ഓ ഇതൊക്കെ ഗ്രാൻഡ് പാ വലിയ ബെഡ്റൂം വേണം പറഞ്ഞു. അത് നിനക്ക് പിന്നെ പറഞ്ഞത് മനസ്സിലാവുന്നു. ഗ്രാൻഡ് പാ വന്നിട്ട് പറഞ്ഞിരുന്നു ഇതൊക്കെ മോളെ ഞാൻ ചെയ്തത് എന്ന്. ഗ്രാൻഡ് പാ ഷോക്കായി നോക്കാൻ തുടങ്ങി. ഇല്ലമ്മാ, നീ ജനിച്ചപ്പോൾ ഞങ്ങൾ പോയിരുന്നു, അപ്പോൾ നിനക്ക് വീട് കെട്ടാതിരിക്കുമ്പോൾ അപ്പോഴാണ് ഞാൻ കണ്ടുപിടിച്ചത് എന്ന് പറയായിരുന്നു. ഇത് കേട്ട് ഗ്രാൻഡ് പാ ഷോക്കായിട്ട് ഗ്രാൻഡ് പാ പറഞ്ഞ് ചിരിച്ചിട്ട് പറഞ്ഞിട്ട് അവരോടൊന്ന് പോയായിരുന്നു. പോയിക്കമ്മാ, ഇനി നിനക്ക് റൂം ഗ്രാൻഡ് പായി ഇത് വേഗം. അത് പറഞ്ഞ ഒരു ഷോക്കായിരുന്നു ഹീറോയ്ക്ക്. അതെ, അങ്ങനെ പറഞ്ഞവർ ചിരിച്ചിട്ട് പോയിരുന്നു. വേറെ ഒരു കാര്യം അത് പിന്നെ പറയാം. ഹീറോ ജോലായിട്ട് ശരിടാ വെച്ചിട്ടുണ്ടോ ആ പറഞ്ഞായിരുന്നു. അങ്ങനെ ഹീറോ റൂമൊക്കെ വന്ന് ലോക്ക് ചെയ്തായിരുന്നു. അതുകൊണ്ട് എല്ലാവരും ഹീറോയിനെ നോക്കുമായിരുന്നു. ഹീറോ എല്ലാവരും നോക്കി മുറക്കായിരുന്നു. അങ്ങനെ ഹീറോ പറയുന്നു, ചെറിയ എല്ലാവരും കിടന്ന് ഉറങ്ങിക്കോ, എനിക്ക് രാവിലെ പോകണം. എല്ലാവരും വീട് ചേഞ്ച് ചെയ്യായിരുന്നു. എന്താ വീട് ചേഞ്ച് ചെയ്ത്? ഒന്നില്ലേ, ഒന്നില്ല എന്ന് പറഞ്ഞു ടെൻഷനിൽ പോയിട്ട് കിടന്നു. ഷുഗർ സോറി പറഞ്ഞു. സോറിയാ എന്ന് പറഞ്ഞു. ഷുഗർക്ക് മോർച്ചിട്ട് ആർക്കില്ല എന്ന് പറഞ്ഞു. ഹീറോ ഇവിടുന്ന് കിടന്നുറങ്ങി. അവർ 7 പേരും വീട് സാഡായിരുന്നു. എന്ന് പറഞ്ഞു. അവർ സമാധാനമായിരുന്നു. ഞാൻ പറഞ്ഞു നിങ്ങൾ എല്ലാവരും അക്സെപ്റ്റ് ചെയ്താൽ മാത്രം ഞാൻ നിങ്ങൾക്ക് നോക്കാം, നിങ്ങൾ എങ്ങനെയുണ്ട് എന്നറിയില്ല. അങ്ങനെ പറഞ്ഞു ഹീറോ ടെൻഷനും ഉണ്ടാതെ കിടന്നുറങ്ങിയായിരുന്നു. അങ്ങനെ 7 പേരും വീട് ചേഞ്ച് ആയിരുന്നു. രാവിലെ ആയിരുന്നു ഹീറോ എണിച്ച് പിന്നെ കുളിച്ച് ഫ്രഷായി വന്നു. അങ്ങനെ 7 പേര് എണിച്ച് എനിക്ക് അങ്ങനെ കോളേജിലേക്ക് പോകണ്ടേ. അങ്ങനെ അവർ എല്ലാം റെഡിയായി. അവർ കോളേജിലേക്ക് പോകണമെന്ന് പറഞ്ഞായിരുന്നു. അതുകൊണ്ട് കോളേജ് 1 മന്ത് ലീവ്, ഇപ്പോൾ കുറച്ച് നാളുണ്ട്, നമുക്ക് ട്രിപ്പ് പോവാം എന്ന് ഹീറോയിനോട് 6 പറഞ്ഞു. ശരി ഓക്കെ എന്ന് പറഞ്ഞു. അങ്ങനെ 7 പേർ ഹീറോയും കൂടെ താങ്ക്സ് ചെയ്യാൻ അങ്ങനെയായിട്ട് ഷുഗർ സോറി പറഞ്ഞ ഹീറോയിനെ കിസ് ചെയ്ത് ഹീറോയെ അക്സെപ്റ്റ് ചെയ്തു. കിസ്സിങ് റോമ